Today we are going to discuss about monetary policy and its objects and instruments. Monetary policy കുറിച്ചും അതിന്റെ ഒബ്ജക്റ്റീവ്സും ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. The monetary policy refers to the credit control measures adopted by Central Bank of a country. സെൻട്രൽ ബാങ്ക് അഡോപ്റ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. Monetary policy refers to the credit control measures adopted by the Central Bank of a country. Johnson defines monetary policy as policy employing central bank's control of supply of money as an instrument for achieving the objective of general economic policy. General economic policy അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയി സപ്ലൈ ഓഫ് മണി കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്നാണ് ജോൺസൺ അഭിപ്രായപ്പെടുന്നത്. ജോൺസന്റെ അഭിപ്രായത്തിൽ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോളിസി ദാറ്റ് എംപ്ലോയിങ് സെൻട്രൽ ബാങ്ക്സ് കൺട്രോൾ മണി സപ്ലൈ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ജനറൽ ഇക്കണോമിക് പോളിസി. ആൻഡ് അനദർ ഡെഫിനിഷൻ ദാറ്റ് ഈസ് ഗിവൺ ബൈ G.K. Shah. He defines the monetary policy as any concise action taken by monetary authorities to change the quantity, availability or cost of money. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ G.K. ഷായുടെ അഭിപ്രായത്തിൽ മോണിറ്ററി അതോറിറ്റീസ് എടുക്കുന്ന ഏതൊരു കോൺഷ്യസ് ആക്ഷനും, അതായത് പണത്തിന്റെ ക്വാണ്ടിറ്റി, അവൈലബിലിറ്റി, കോസ്റ്റ് എന്നിവ ചേഞ്ച് ചെയ്യുന്ന ഏതൊരു കോൺഷ്യസ് ആക്ഷനെയും നമുക്ക് മോണിറ്ററി പോളിസി എന്ന് പറയാമെന്നാണ് G.K. ഷാ പറയുന്നത്. പോളിസി എന്താ? That is simply the credit control measures that are adopted by Central Bank of a country. Then we have to discuss about the various objectives of monetary policy. The important objectives of monetary policy are neutrality of money, stability of exchange rate, price stability, full employment, economic growth, and equilibrium in balance of payment. What are the objectives? First one, neutrality of money. Second, stability of exchange rate. Third, price stability. Fourth, full employment. Fifth, economic growth. And the last one is equilibrium in balance of payment. ഈ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. The first objective of monetary policy is that neutrality of money. The chief exponents of neutrality of money are Wicksteed, Hayek and Robertson. Wicksteed, Hayek, Robertson ഇവരൊക്കെയാണ് ഈ ന്യൂട്രൽ മണി എന്ന ആ ഒരു കൺസെപ്റ്റിന്റെ എക്സ്പൊണൻസ് ആയിട്ട് വരുന്നത്. ഒരു മോണിറ്ററി അതോറിറ്റി എപ്പോഴും ഈ ന്യൂട്രാലിറ്റി ഓഫ് മണി കീപ്പ് ചെയ്യാനായിരിക്കണം ശ്രമിക്കേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഒരു മോണിറ്ററി ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഇക്കോണമിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇക്കണോമിക് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഓപ്പറേഷൻസിൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ഈ മോണിറ്ററി ചേഞ്ചസ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു മോണിറ്ററി അതോറിറ്റി ആണെങ്കിലും ഈ ന്യൂട്രാലിറ്റി ഓഫ് മണി കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ന്യൂട്രൽ മോണിറ്ററി പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസോ ട്രേഡ് സൈക്കിളോ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സിസ്റ്റം ആണെങ്കിലും പണം സ്റ്റേബിൾ ആക്കിയിട്ട് തന്നെ വെക്കണം. മോണിറ്ററി അതോറിറ്റീസിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് ഈ ന്യൂട്രാലിറ്റി ഓഫ് മണിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ നോക്കുക എന്നുള്ളതായിരിക്കും. അതിനർത്ഥം ക്വാണ്ടിറ്റി ഓഫ് മണി എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. കൺസംഷനെയോ പ്രൊഡക്ഷനെയോ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇതാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത്. The second objective of monetary policy is that exchange rate stability. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇക്കോണമിയിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡിസിക്ലിബ്രിയം ഉണ്ടാവുകയാണെങ്കിൽ അത് മൂവ്മെന്റ്സിലൂടെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഗോൾഡ് ഇക്കോണമിയിലേക്ക് വരുന്ന സമയത്ത് കറൻസിയും ക്രെഡിറ്റും എക്സ്പാൻഡ് ചെയ്യുക. ആൻഡ് വെൻ ഗോൾഡ് ഈസ് ഗോയിങ് ഔട്ട്, കോൺട്രാക്ട് ദ കറൻസി ആൻഡ് ക്രെഡിറ്റ്. ഈ ഒരു സിസ്റ്റം ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള ഡിസിക്ലിബ്രിയം കറക്റ്റ് ചെയ്യുകയും എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ ഗോൾഡിന്റെ ഇൻഫ്ലോയെയും ഔട്ട്ഫ്ലോയെയും അഫക്റ്റ് ചെയ്യും. അത്
അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റിന് ഇന്റർനാഷണൽ ട്രേഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ വഹിക്കാനുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മോണിറ്ററി പോളിസിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവാണ് പ്രൈസ് സ്റ്റെബിലിറ്റി. And the objective of price stability has been highlighted during 20s and 30s of present century. And the economists like Custer, Cassels and Keynes suggested price stabilization as a main objective of monetary policy. ഈ പ്രൈസ് സ്റ്റെബിലിറ്റി എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് പ്രസന്റ് സെഞ്ചുറിയുടെ 20സിലും 30സിലും ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്രസ്റ്റർ, കസൽസും അതേപോലെ തന്നെ കെയ്ൻസും പോലുള്ള ഇക്കണോമിസ്റ്റുകൾ മോണിറ്ററി പോളിസിയുടെ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവാണ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്നുള്ളത് പറയുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പ്രൈസ് സ്റ്റെബിലിറ്റി ബിസിനസ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുകയും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇക്കോണമിയിൽ പ്രോസ്പെരിറ്റി തന്നെയാണ് ഉണ്ടാവുന്നത്. എൻ്റയർ കമ്മ്യൂണിറ്റിയുടെ പ്രോസ്പെരിറ്റിയും വെൽഫെയറും ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട്. പിന്നെ ക്വാളിറ്റേറ്റീവ് ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ഇക്കോണമിക് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി എക്സ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുകയും ഇമ്പോർട്ട്സിനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മോണിറ്ററി പോളിസിയുടെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് ഹാസ് ബീൻ ദ ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മോണിറ്ററി പോളിസി. പിന്നെ ഈ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവായി മാറുന്നത് അൺഎംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് വേസ്റ്റേജ് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റും കൂടി ഇല്ലാതാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവായിട്ട് മാറുന്നത്. ഇതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവ്. മോണിറ്ററി പോളിസിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവാണ് അച്ചീവിംഗ് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എൻ ഇക്കോണമി. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്രോസസ് വെർ ബൈ ദ റിയൽ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ കൺട്രി ഇൻക്രീസസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു നീണ്ട കാലത്തേക്ക് ഇക്കോണമിയുടെ റിയൽ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ മോണിറ്ററി പോളിസി എപ്പോഴും ഈ ഇക്കണോമിക് ഗ്രോത്ത് കണ്ടിന്യൂസും സസ്റ്റെയിൻഡും ആയിട്ട് നിലനിർത്താനാണ്, അത് പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. അതിനുവേണ്ടി ടോട്ടൽ ഡിമാൻഡ് ഫോർ മണിയും ടോട്ടൽ പ്രൊഡക്ഷനും തമ്മിലൊരു ഇക്വിലിബ്രിയം, പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ഇടയിലൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അത് മാത്രമല്ല സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും കൂട്ടും ചെയ്യാം. എങ്കിൽ മാത്രമാണ് കണ്ടിന്യൂസും സസ്റ്റെയിൻഡും ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഇക്കോണമിയിൽ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഇക്വിലിബ്രിയം കൊണ്ടുവരുന്നതിന് വേണ്ടി ഫ്ലെക്സിബിൾ മോണിറ്ററി പോളിസിയാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. The equilibrium in balance of payment is another objective of monetary policy. If there is deficit in balance of payment, ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരു ഡെഫിസിറ്റ് ആണ് ഉള്ളതെങ്കിൽ മറ്റുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാനുള്ള ഇക്കോണമിയുടെ ആ ഒരു കഴിവ് കുറയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് അവരുടെ ഇമ്പോർട്ട്സ് കുറയ്ക്കേണ്ടതായി വരും. അത് ഡെവലപ്മെന്റ് അങ്ങനെ കുറച്ചിട്ടില്ല എങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് അത് മോശമായിട്ടായിരിക്കും ബാധിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഏതൊരു മോണിറ്ററി അതോറിറ്റി ആണെങ്കിലും എപ്പോഴും ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടായിരിക്കുക. Then we are discussing about the instruments of monetary policy. മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവും രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവും. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിനെ ജനറൽ ഇൻസ്ട്രുമെന്റ്സ് എന്നും ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നും പറയുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിനെ സെലക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്നും ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നും പറയുന്നുണ്ട്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, പിന്നെ ചേഞ്ചിങ് റിസർവ് റിക്വയർമെന്റ്സ്, അതൊക്കെയാണ് വരുന്നത്. അത് ഓവറോൾ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിലൂടെ ഓവറോൾ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുകയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിലൂടെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ചേഞ്ചിങ് മാർജിൻ റിക്വയർമെന്റ്സ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്സ് ഒക്കെയാണ് വരുന്നത്. The first instrument of monetary policy is open market operation. Open market operation involves
ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കും വാങ്ങുകയും ചെയ്യുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ വരുന്നത്. ക്രെഡിറ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുകയും ക്രെഡിറ്റ് ഫ്ലോ കൂട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ പറയുന്നത്. ദ സെക്കൻഡ് ഇൻസ്ട്രുമെന്റ് ഈസ് ക്യാഷ് റിസർവ് റേഷ്യോ, CRR. CRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിലും സെൻട്രൽ ബാങ്കിൽ ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ ഡെപ്പോസിറ്റിന്റെ തന്നെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് സെൻട്രൽ ബാങ്കിൽ റിസർവ്സ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതാണ് CRR എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി കുറവാണെങ്കിൽ CRR കൂട്ടും, ലിക്വിഡിറ്റി കൂടുതലാണെങ്കിൽ CRR കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രസന്റ് CRR റേറ്റ് 4% ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യുന്ന റിസർവ് ആണെങ്കിൽ SLR എന്ന് പറയുന്നത് ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ്സിന്റെ സർട്ടൻ പെർസെൻറ്റേജ് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരിൽ തന്നെ ഡെപ്പോസിറ്റിന്റെ സർട്ടൻ പെർസെൻറ്റേജ് റിസർവ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കൂടുതലാകുമ്പോൾ ബാങ്ക്സിന്റെ കയ്യിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ബാങ്കിങ് ഓപ്പറേഷൻസിന് വേണ്ട പണം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർ കുറവ് പണം മാത്രമേ ലെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. നേരെ മറിച്ച് SLR കുറവാണെങ്കിൽ കൂടുതൽ പണം ബാങ്കിങ് ഓപ്പറേഷൻസിനായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ലെൻഡ് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇതാണ് SLR. Another important instrument of monetary policy is bank rate. It is also known as discount rate. ബാങ്ക് റേറ്റിന്റെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നുണ്ട്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിന് RBI ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. RBI ബാങ്കിങ് സിസ്റ്റത്തിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ലോൺസിന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്, IFC, എക്സിം ബാങ്ക്, അങ്ങനെയുള്ള എല്ലാ അപ്രൂവ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കിങ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഈ ബാങ്കിങ് സിസ്റ്റത്തിന് കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഡയറക്റ്റ്ലി ലെൻഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നേരിട്ട് ലോൺ കൊടുക്കായിരിക്കാം, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബിൽസോ ട്രഷറി ബിൽസ് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ടോ അത് വാങ്ങിച്ചിട്ടോ ആയിരിക്കും ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബാങ്ക് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടും. അപ്പോൾ അവരുടെ ക്രെഡിറ്റ് വോളിയം കുറയും, സപ്ലൈ ഓഫ് മണിയും കുറയും. ബാങ്ക് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ബാങ്കിന്റെ ടൈറ്റൻ മോണിറ്ററി പോളിസി ആയിരിക്കും. പ്രസന്റ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് 5.40% ആണ്. The next is repo rate and reverse repo rate. Repo rate is the rate at which central bank lends to commercial banks, typically against government securities. Government securitiesന് എതിരായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ വരുന്ന ആ ചാർജിനെയാണ്, ആ റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടും. അപ്പോൾ കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ബോറോ ചെയ്യുന്നത് കുറച്ച് അവർ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞെങ്കിൽ റിവേഴ്സ് റിപ്പോ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ബോറോ മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇതിന്റെ നേരെ തിരിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ വരുന്ന ചാർജിനെയാണ്, ഇതിന്റെ മുകളിൽ വരുന്ന ആ റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഇനി റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും കൂട്ടുന്നത്, ദാറ്റ് ഈസ് എ സിംബൽ ഓഫ് ടൈറ്റനിങ് ദ മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി ടൈറ്റൻ ചെയ്യുന്നതിന്റെ ഒരു സിംബൽ ആയിട്ടാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും കൂട്ടുന്നത്. പ്രസന്റ് റിപ്പോ റേറ്റ് 4%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% ആണ്.
ഇത്ര നേരം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ച് പറയാം. ദാറ്റ് ഈസ് ദ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഒരു സ്പെസിഫിക് ഇക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് വേണ്ട ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യാണ് ഈ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിലൂടെ ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ഇക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞു. താങ്ക് യു.